ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. കർത്താവ് എനിക്ക് വേണ്ടി വലിയവ ചെയ്യും, കർത്താവിന്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പും ധൈര്യവുമാണ് ഓരോ ദൈവമക്കളെയും ഓരോ ദിവസവും നടത്തുന്നത്. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഇളംപുല്ല് പോലെ തഴയ്ക്കും. ശാരീരികമായിട്ടുള്ള ചില ബലഹീനതകൾ മാറാൻ പോകുന്നു എന്നാണ് ഇന്നത്തെ സന്ദേശം. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദണ്ഡിപ്പിക്കുന്ന രോഗങ്ങളും രോഗശക്തികളുമുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപ ഈ ദിവസങ്ങളിൽ പകരാൻ പോവുക. പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായ ചില രോഗങ്ങളെ ഈ ദിവസങ്ങളിൽ തൊടുവാൻ ദൈവം ആഗ്രഹിക്കുക. ചിലത് കണ്ടു നീ സന്തോഷിക്കും. ഒരിക്കലും സന്തോഷിക്കാൻ കഴിയത്തില്ലെന്ന് നീ ചിന്തിച്ച ചില വിഷയം നിനക്ക് കണ്ടു സന്തോഷിക്കത്തക്ക രീതിയിൽ നിന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായിട്ട് വെളിപ്പെടാൻ പോവാം. അത് ഞാൻ ആത്മകണ്ണുകളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുക. പരാജയം എന്ന് പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ ദണ്ഡിപ്പിക്കുന്ന സാത്താന്യ കുതന്ത്രങ്ങളെ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വേരോടെ പിഴുതെറിഞ്ഞിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആ സന്തോഷം കൊണ്ട് നിന്റെ അകത്തളങ്ങളെ നിറയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കാം, നിന്റെ അസ്ഥികൾ. പലരും പറയാറുണ്ട്, അസ്ഥി സംബന്ധമായ പ്രശ്നമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇവിടെ ബൈബിൾ പറയാം, നിന്റെ അസ്ഥി ഇളംപുല്ല് പോലെ തഴയ്ക്കും. നഷ്ടപ്പെട്ട ആരോഗ്യം ഈ ദിവസങ്ങളിൽ തിരിച്ചു തരും. നിന്റെ ചില ബലഹീനതകളെ ദൈവം എടുത്തു മാറ്റാൻ പോകും. എന്നും രോഗിയാണെന്ന് കൂടെ വീട്ടിലുള്ളവരും സ്വന്തം മനസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നതിനെ തിരിച്ചു പറയണമല്ല, എൻ്റെ അസ്ഥികളെ ദൈവം ഇളംപുല്ല് പോലെ തഴപ്പിക്കും. എൻ്റെ ശരീരത്തിൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി എന്നെ കർത്താവ് സൗഖ്യമാക്കും. നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആരോഗ്യ നിലയോട് പോരാടിക്കൊണ്ടിരിക്കുന്ന സകല തരത്തിലുള്ള അന്ധകാര ശക്തികളും അവരെ വിട്ട് ഒഴിയട്ടെന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവരുടെ അസ്ഥികളെ ഇളംപുല്ല് പോലെ തഴയ്ക്കണം. സകല രോഗത്തെയും രോഗാത്മാവിനെയും ശാസിച്ച് പ്രാർത്ഥിക്കുക. ഒരത്ഭുത വിടുതൽ നിന്റെ മക്കളുടെ മേൽ വരട്ടെന്ന് പ്രാർത്ഥിക്കുക. ചിലതൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ അസ്ഥിയിൽ ഒരു വിടുതലുണ്ട്. നീ ചിലത് കണ്ട് സന്തോഷിക്കും. ഗോഡ് ബ്ലസ് യു.